വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോ ആണ് പഠിച്ചത്. ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾവൻസി റേഷ്യോ ആണ്. സോൾവൻസി റേഷ്യോ എന്തൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറി സോൾവൻസി റേഷ്യോസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സോൾവൻസി റേഷ്യോ ഓർ ലിവറേജ് റേഷ്യോ, അതിനെ നമ്മൾ ലിവറേജ് റേഷ്യോ എന്ന് കൂടെ പറയുന്നുണ്ട്. സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. That is, the capacity or ability of a firm to pay the long-term liabilities along with the interest due on them regularly. അതായത് ഒരു കമ്പനിക്ക് വരുന്ന ലോങ് ടേം ലയബിലിറ്റി, സാധാരണ ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും അവർക്ക് ഓൺഡ് ക്യാപിറ്റൽ പോലെ തന്നെ ബോറോവ്ഡ് ക്യാപിറ്റലും ഉണ്ടാവും. ബോറോവ്ഡ് ഫണ്ട്, അതായത് അവരുടെ ലയബിലിറ്റീസ്. ഈ ലോങ് ടേം ലയബിലിറ്റീസ് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി. ലോങ് ടേം ലയബിലിറ്റീസ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, മോർട്ട്ഗേജസ് എക്സെട്ര. ഈ ലോങ് ടേം ലയബിലിറ്റീസും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻട്രസ്റ്റും, അതായത് ലോങ് ടേം ലയബിലിറ്റീസ് നമ്മളൊരു 10-15 വർഷത്തേക്കായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ആ 10-15 വർഷം കഴിഞ്ഞാൽ മാത്രം അത് റീപേ ചെയ്താൽ മതി. പക്ഷേ മന്ത്ലി നമ്മൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ലോങ് ടേം ലയബിലിറ്റീസും ഇൻട്രസ്റ്റും ഏത് കാലത്താണോ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അത് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബിസിനസ്സിന് എന്നുള്ളത് മെഷർ ചെയ്യുന്നതാണ് ലിവറേജ് റേഷ്യോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോയിൽ കണ്ടത് ഷോർട്ട് ടേം സോൾവൻസിയാണ്. ഒരു കമ്പനിക്ക് ഷോർട്ട് പീരീഡിലുള്ള ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ നമ്മൾ കണ്ടത്. അതായത് ലിക്വിഡ് ക്യാഷ് എത്രത്തോളം ഒരു ബിസിനസ്സിൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ലിവറേജ് റേഷ്യോയിൽ നമ്മൾ ലോങ് ടേം ലയബിലിറ്റീസാണ് പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് മെഷർ ചെയ്യുന്നത്. ഈ ലിവറേജ് റേഷ്യോസിനെ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: സ്ട്രക്ചറൽ റേഷ്യോസ് ആൻഡ് കവറേജ് റേഷ്യോസ്. സ്ട്രക്ചറൽ റേഷ്യോസിൽ വരുന്നത് 6 പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ റേഷ്യോസ് ആണുള്ളത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് റേഷ്യോ, ഫിക്സഡ് അസറ്റ് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ഈ ഓരോ റേഷ്യോസിനും ഓരോ പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ഓരോ പർപ്പസ് ഉണ്ട്. സ്ട്രക്ചറൽ റേഷ്യോസ് കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ലയബിലിറ്റീസ്, ലോങ് ടേം ലയബിലിറ്റീസ് പേ ചെയ്യാൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ കവറേജ് റേഷ്യോസിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് കവറേജ് റേഷ്യോസ്. അതിൽ വരുന്നത് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡിവിഡൻഡ് കവറേജ് റേഷ്യോ ആൻഡ് ഓവറോൾ കവറേജ് റേഷ്യോസ്. ഇതിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുള്ള ലോങ് ടേം ലയബിലിറ്റിക്ക് കൊടുക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ്. ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിവിഡൻറ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും ഒക്കെ പേ ഓഫ് ചെയ്യാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് കവറേജ് റേഷ്യോസിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ 2 റേഷ്യോസിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. Structural ratios, these are based on the relationship between owned capital and borrowed capital. Owned capital എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ റിസർവ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാമാണ് കമ്പനിയുടെ ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട്. അതേസമയം ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ബോറോ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് എക്സെട്ര. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിലൂടെ പഠിക്കുന്നത്. ദി സ്ട്രക്ചറൽ റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ബാലൻസ് ഷീറ്റ് ഐറ്റം. ഓക്കെ, ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. It is calculated to know the ability of a firm to repay the principal amount when due. പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റിയാണ് സ്ട്രക്ചറൽ റേഷ്യോസിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. നമ്മൾ മുന്നേ ക്ലാസിഫിക്കേഷൻ ഓഫ് റേഷ്യോസ് പറഞ്ഞപ്പോൾ ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു, ബാലൻസ് ഷീറ്റ് റേഷ്യോസും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസും. അതായത് ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള റേഷ്യോസിനെയാണ് ബാലൻസ് ഷീറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസിനെ നമ്മൾ റേഷ്യോ അനാലിസിസിന് യൂസ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോസ് എന്ന് പറയുന്നു. ഇനി രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മിക്സഡ് റേഷ്യോസ് എന്ന് പറയും. ഇതിൽ സ്ട്രക്ചറൽ റേഷ്യോസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് റേഷ്യോ ആണ്. ദെൻ കവറേജ് റേഷ്യോ. These are calculated from the statement of profit or loss. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കവറേജ് റേഷ്യോ നമുക്കറിയാം, എത്രത്തോളം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്. ദീസ് ആർ കാൽക്കുലേറ്റഡ് ടു അസർടൈൻ ദ ഫേംസ് എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റെഗുലർലി.
ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇതൊക്കെ റെഗുലറായിട്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴാണ് റെഗുലറായിട്ട് പേ ചെയ്യാൻ പറ്റുക? കമ്പനിക്ക് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉള്ളപ്പോൾ. സോ കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, അത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാണ് കവറേജ് റേഷ്യോസിലൂടെ ചെയ്യുന്നത്. സോ സ്ട്രക്ചറൽ റേഷ്യോസിനെയാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസ് ആർ ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോസ്. ഓക്കെ, these are used to measure the extent of debt financing in a firm. ഡെറ്റ് ഫിനാൻസിങ് എത്രത്തോളാണ് കമ്പനിയുടെ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് അല്ലെങ്കിൽ ഡെറ്റ് ഫിനാൻസിങ് നടത്തുന്നത്. ദീസ് ആർ യൂസ്ഡ് ടു അനലൈസ് ദ ലോങ് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം. സോ നമ്മൾ സ്ട്രക്ചറൽ റേഷ്യോസിൽ വരുന്ന പ്രധാനപ്പെട്ട റേഷ്യോസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ റേഷ്യോസും നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കുന്നു. സോ അതിൽ ഫസ്റ്റ് റേഷ്യോ ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ most commonly used ratio to test the solvency. It is also known as external internal equity ratio, okay, and security ratio. ഈ പേരിലെല്ലാം നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോനെ അറിയപ്പെടുന്നുണ്ട്. ദിസ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഇൻ ഫിനാൻസിങ് ദി അസറ്റ്സ് ഓഫ് എ ഫേം. ഒരു കമ്പനിയുടെ അസറ്റ്സ് ഫിനാൻസ് ചെയ്യുമ്പോൾ, കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ കറൻറ്റ് അസറ്റ്സ് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളമാണ് നമ്മൾ ഡെറ്റ് ഫണ്ട് ഉപയോഗിക്കുന്നത്, അതേപോലെ ഇക്വിറ്റി യൂസ് ചെയ്യുന്നത്. ഡെറ്റും ഇക്വിറ്റിയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ഐറ്റംസാണ്. ഡെറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്, അതായത് ബോറോഡ് ക്യാപിറ്റലാണ്. അതേസമയം ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്വന്തം ക്യാപിറ്റലാണ്. ഓക്കെ, സോ ഈ ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് പേരിൽ തന്നെ ഇംപ്ലൈഡ് ആണ്. ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. സോ ഡെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇക്വിറ്റി, ഇക്വിറ്റി മീൻസ് ഇൻറ്റേർണൽ ഇക്വിറ്റി. Okay, so debt equity ratio are broadly classified into two: long term debt equity ratio and total debt equity ratio. So അതിലെ ഫസ്റ്റ് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. സോ എന്താണ് ഇതിലെ ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞാൽ? Long term debt means the fund invested by the outsiders, that is, these are external equity or borrowed fund. Debentures, mortgages, long term loans ഇതൊക്കെയാണ് ലോങ് ടേം ഡെറ്റ് ഐറ്റത്തിൽ വരുന്നത്. ഓക്കെ, അതേസമയം ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നതൊക്കെ നമ്മൾ മാറി ഉപയോഗിക്കും ത്രൂ ഔട്ട് ഈ റേഷ്യോ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിൽ. അതേപോലെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോയിലൊക്കെ നമ്മൾ ഇക്വിറ്റി, നെറ്റ് വർത്ത്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളതൊക്കെ പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ഒന്നാണ്. ഇക്വിറ്റി എന്ന് പറഞ്ഞാലും നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാലും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം ഉദ്ദേശിക്കുന്നത് ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെടുന്ന ഫണ്ട് അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഇൻറ്റേർണൽ ഇക്വിറ്റി. അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നു, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരുന്നു, റിസർവ് ആൻഡ് സർപ്ലസ് വരുന്നു. ഓക്കെ, പക്ഷേ അതിൽ നിന്ന് നമ്മൾ അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റ്സും എല്ലാം ലെസ് ചെയ്യണം. അക്യുമുലേറ്റഡ് ലോസസും ഫിക്റ്റീഷ്യസ് അസറ്റ്സും ഈ ഐറ്റത്തിൽ നിന്നും നമ്മൾ ലെസ് ചെയ്യുന്നു. സോ ഇക്വിറ്റി മീൻസ്, ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് മൈനസ് അക്യുമുലേറ്റഡ് ലോസസ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഓക്കെ, സോ അതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന് എന്തുകൊണ്ടാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അതിന് പ്രിഫറൻസ് ഉണ്ട്, അതായത് ആ ക്യാപിറ്റൽ പേ ചെയ്യാൻ, അതായത് തിരിച്ചു കൊടുക്കാൻ ഒരു പ്രിഫറൻസ് ഉണ്ട്. അതുപോലെ ആ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടാൻ ഒരു പ്രിഫറൻസ് ഉണ്ട്. ആരേക്കാളും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പല കാറ്റഗറിയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും അതുപോലെ ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും. എന്താണ് റിഡീമബിളും ഇറീഡീമബിളും തമ്മിലുള്ള വ്യത്യാസം? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നത്, അതായത് നമ്മൾ ഓൺ ചെയ്തു, നമ്മൾ വാങ്ങിച്ചു, പക്ഷേ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അത് തിരിച്ചു കൊടുക്കണം. ആ ഒരു
കോൺട്രാക്റ്റിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതേസമയം ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലൈക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരിക്കലും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാതെ കമ്പനിയിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഓണേഴ്സാണ്. അപ്പോൾ ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. സോ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആഫ്റ്റർ 12 ഇയേഴ്സ് 12 വർഷത്തിന് ശേഷം മാത്രം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും, അതേപോലെ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇക്വിറ്റി കാറ്റഗറിയിൽ പെടുത്തുന്നു. അതായത് നമ്മൾ കണ്ടു 2 ഐറ്റംസാണ് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുന്നത്. ഒന്ന് ലോങ് ടേം ഡെറ്റും, 2 ഇക്വിറ്റിയും. ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സിൻ്റെ ഫണ്ടാണ്, ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ഫണ്ടാണ്. സോ ഇതിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇഫ് ഇറ്റ് ഈസ് റിഡീമബിൾ ആഫ്റ്റർ 12 ഇയേഴ്സ് ആൻഡ് ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇക്വിറ്റി. അതിന് നമ്മൾ ഇക്വിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേസമയം ഇഫ് റിഡീമബിൾ വിത്തിൻ 12 ഇയേഴ്സ് 12 വർഷത്തിനുള്ളിൽ നമ്മൾ റിഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഡെറ്റ്. ഓക്കെ, സോ ഈ ഒരു വ്യത്യാസം നമ്മൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ച് നോക്കണം. ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആഫ്റ്റർ 12 ഇയേഴ്സിനോ അല്ലെങ്കിൽ വിത്തിൻ 12 ഇയേഴ്സിനോ അല്ലെങ്കിൽ ഇറിഡീമബിൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് വേണം ക്ലാസിഫൈ ചെയ്യാൻ. അതായത് അതിനെ ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ ഡെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണോ എന്ന് നോക്കാൻ. ഓക്കെ, ഇനി നോക്കുക, പ്രത്യേകിച്ച് നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇഫ് നത്തിങ് മെൻഷൻഡ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഇക്വിറ്റി. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളതിനെ ഇക്വിറ്റി കാറ്റഗറിയിൽ പെടുത്തുന്നു. ക്ലിയർ? നെക്സ്റ്റ്, ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. നമ്മളിപ്പോൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പഠിച്ചു. നെക്സ്റ്റ് ആണ് ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഇക്വേഷൻ ഒരു വ്യത്യാസമേ ഉള്ളൂ. ലോങ് ടേം ഡെറ്റിൻ്റെ സ്ഥാനത്ത് ടോട്ടൽ ഡെറ്റ്. സോ എന്താണ് ഈ ടോട്ടൽ ഡെറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ലയബിലിറ്റി. എന്തൊക്കെയാണ് ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ഡെറ്റ് പ്ലസ് കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, ലോങ് ടേം ഡെറ്റും ഷോർട്ട് ടേം ഡെറ്റും കൂടെ കൂടുന്നതാണ് ടോട്ടൽ ഡെറ്റ്. ദെൻ ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് നമ്മൾ സെയിം മറ്റേ ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ പഠിച്ചു. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ രണ്ടും കാണുക. അതല്ല വെറും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞ് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കണ്ടാൽ മതി. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഇനി നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. എല്ലാ റേഷ്യോസിനും ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ട്. സോ ലോങ് ടേം അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് റേഷ്യോ 1:1 ആണ് നോർമലി നമ്മൾ പറയുന്നത്. പക്ഷേ അത് പബ്ലിക് സെക്ടർ കമ്പനീസിൻ്റെ കേസിലാണ്. പ്രൈവറ്റ് സെക്ടർ കമ്പനീസിൻ്റെ കേസിലാണെങ്കിൽ 2:1 ആണെന്നുണ്ടെങ്കിലും നോർമലാണ്. ദാറ്റ് മീൻസ് എന്താണ് 2:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാർട്ട് ഇംപ്ലൈ ചെയ്യുന്നത് ലോങ് ടേം ഡെറ്റും 1 പാർട്ട് ഇംപ്ലൈ ചെയ്യുന്നത് ഇക്വിറ്റിയുമാണ്. അപ്പോൾ ഇത് ആലോചിച്ചാൽ മതി. നമ്മൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർക്ക് ഓണേഴ്സ് ഫണ്ട് വളരെ കുറവായിരിക്കും. അവർക്ക് കൂടുതലായിട്ടുണ്ടാവുക ഔട്ട്സൈഡേഴ്സ്, അതായത് ബോറോഡ് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടർ കമ്പനീസിന് 2:1 ആണെന്ന് റേഷ്യോ എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് നോർമൽ. അത് കുഴപ്പമില്ല, നോർമലായിട്ടുള്ളൊരു റേഷ്യോ ആണ്. പക്ഷേ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1:1 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. സോ ഇവിടെ നമ്മൾ 1:1 ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1:1. ക്വസ്റ്റ്യനിൽ പബ്ലിക് സെക്ടറെന്നോ പ്രൈവറ്റ് സെക്ടറെന്നോ സാധാരണയായിട്ട് മെൻഷൻ ചെയ്യാറില്ല. ഇത് നിങ്ങളുടെ ജനറൽ ആയിട്ടുള്ള ഒരു അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ച് പറഞ്ഞു തന്നത്. നോർമലി നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് 1:1 ആണ്. ഓക്കെ, അതായത് 1 ഇക്വിറ്റി ആണെങ്കിൽ 1 ഡെറ്റ് കണ്ടൻറ്റ് വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സിഗ്നിഫിക്കൻസ്? ഈ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഓരോ റേഷ്യോനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യങ്ങളുണ്ട്. സോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ പ്രാധാന്യം എന്താണ്? ദിസ് റേഷ്യോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലോങ് ടേം ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ലോങ് ടേം ക്രെഡിറ്റേഴ്സിന് വളരെ സഹായകമായിട്ടുള്ളൊരു റേഷ്യോ ആണ്. കാരണം എന്താണ്?
ഇറ്റ് ഇംപ്ലൈസ് ദ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ടു ക്രെഡിറ്റേഴ്സ് ഹാവ്. എത്രത്തോളം പ്രൊട്ടക്ഷൻ ഒരു ക്രെഡിറ്റേഴ്സിന് കിട്ടുന്നുണ്ട്, അതായത് കമ്പനിയുടെ ഓൺഡ് ക്യാപിറ്റൽ പോർഷനും അതേപോലെ തന്നെ ബോറോഡ് ക്യാപിറ്റൽ പോർഷനും എത്രയാണുള്ളത്, ക്രെഡിറ്റേഴ്സിന് എത്രത്തോളം പ്രൊട്ടക്ഷനും അതിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ റേഷ്യോ കാണുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. എങ്ങനെയാണത്? This ratio measure the extent to which the company depends upon outsiders for its existence. That is, the relative contribution of creditors and owners of the business in its financing. ഒരു കമ്പനി ഫിനാൻസ് ചെയ്യുന്നതിന് ക്രെഡിറ്റേഴ്സിൻ്റെയും അതുപോലെ ഓണേഴ്സിൻ്റെയും റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളമാണ് രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻ, ഓണേഴ്സ് ക്യാപിറ്റലും അതേപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റലും ബോറോഡ് ക്യാപിറ്റലിൻ്റെയും റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്നുള്ളതാണ് ഈ റേഷ്യോയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലോങ് ടേം ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി കമ്പനി. സോ ഒരു ക്രെഡിറ്റേഴ്സ് കൂടുതലുള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഫിനാൻഷ്യൽ പൊസിഷനിലുള്ളൊരു കമ്പനിയാണ്. അവർക്ക് മാത്രമേ കൂടുതൽ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ കൂടുതൽ ബോറോഡ് ക്യാപിറ്റൽ കിട്ടുള്ളൂ. അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് അവർ സേഫാണോ അല്ലെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ്? ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സേഫ്റ്റി ടു ക്രെഡിറ്റേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സ് സേഫാണ്. ഹൈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി റേഷ്യോ 1:1 ആണ്. ഓക്കെ, ഈ 1 താഴേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് 1 താഴേക്ക് പോകുന്ന പറയുമ്പോൾ 0.5 അല്ലെങ്കിൽ 0.4 അങ്ങനെയായിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെറ്റ് കണ്ടൻറ്റും ഇക്വിറ്റി കണ്ടൻറ്റും ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് ക്രെഡിറ്റേഴ്സ് സേഫാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ലോ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റിസ്ക് ടു ക്രെഡിറ്റേഴ്സ്. അതായത് ക്രെഡിറ്റേഴ്സിന് റിസ്ക്കിയാണ്. അതായത് അവരുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരികയാണ് ബിസിനസ്സിൽ. അങ്ങനെയാണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അവരത്രത്തോളം സേഫ് അല്ല, അവർക്ക് റിസ്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോ റേഷ്യോസിനും അതിൻ്റേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള മീനിങ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയിൽ പറയുന്നത് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് സേഫസ്റ്റ് പ്ലേസ് ടു ദ ക്രെഡിറ്റേഴ്സ്. അതേസമയം റേഷ്യോ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് റിസ്കി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ദെൻ ഇൻറ്റർപ്രിറ്റേഷൻ. എങ്ങനെയാണ് നമ്മൾ ഇൻറ്റർപ്രിറ്റേഷൻ എഴുതുക? സോ ഇൻറ്റർപ്രിറ്റേഷൻ എഴുതുമ്പോൾ ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് കണ്ടൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഹൈ റേഷ്യോ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് 1:1 സ്ഥാനത്ത് നമുക്ക് 1.5:1 ആണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹയർ പ്രൊപ്പോർഷൻ ഓഫ് ഡെറ്റ് കണ്ടൻറ്റ്. ഓക്കെ, so there is a possibility of increasing the rate of return or EPS to the equity shareholders so long as the cost of debt is lower than the rate of return on investment. ഈ റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഈ രണ്ട് കാറ്റഗറിക്ക്, അതായത് ബോറോഡ് ക്യാപിറ്റലും ഓൺഡ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓൺഡ് ക്യാപിറ്റൽ അതല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന റിട്ടേണിന് പറയുന്ന പേരാണ് EPS, ഏണിംഗ് പെർ ഷെയർ. അതായത് അവർക്ക് കിട്ടുന്ന ഏണിംഗ്, ആ ഏണിംഗ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അല്ല. നമുക്കറിയാലോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ പ്രോഫിറ്റിൻ്റെ വിഹിതം കൊടുക്കുക, അതായത് ഡിവിഡൻഡ് കൊടുക്കുക. പക്ഷേ ആ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് എന്താണ്? ഒരു കണക്കില്ല. കാരണം എന്താണ്? ബാക്കി വരുന്നത് എന്താണോ അതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അർഹിക്കുന്നത്. അതേസമയം ഡെറ്റ് ഡിബഞ്ചേഴ്സിന് എങ്ങനെയാണ്? ഡിബഞ്ചേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് എത്ര അധികം കൂടുതലുണ്ടായാലും എത്ര അധികം കുറവാണെന്നുണ്ടെങ്കിലും ഡിബഞ്ചേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇപ്പോൾ 10% ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കൂടുതലുള്ളൊരു ഫേം ആണെങ്കിലും കുറവുള്ളൊരു ഫേം ആണെങ്കിലും നമ്മൾ 10% ഡിബഞ്ചേഴ്സ് ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ നമ്മൾ ഡെറ്റ് കണ്ടൻറ്റ് കൂടുതലാവുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് ഇൻക്രീസിങ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ EPS.
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന റേറ്റ് ഓഫ് റിട്ടേൺ അത് കൂടുതലായിരിക്കും. കാരണം ഡെറ്റ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്നു. പക്ഷേ ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ബാക്കിയുള്ളതെല്ലാം മാർക്ക് വരുന്നതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളതാണ്. പക്ഷേ ഹയർ ഫിനാൻഷ്യൽ റിസ്ക് ടു ഷെയർ ഹോൾഡേഴ്സ്. ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു പോസിബിലിറ്റി ഉള്ളത് ഹയർ ഫിനാൻഷ്യൽ റിസ്ക് ടു ഷെയർ ഹോൾഡേഴ്സ്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് റിസ്ക്കിയാണ്. അതായത് ഓണർഷിപ്പ് ക്യാപിറ്റൽ അവിടെ കുറവാണ് വരുന്നത്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് കൂടുതലും അതേസമയം ഓണർഷിപ്പ് ഫണ്ട് വളരെ കുറവും ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ ഫിനാൻഷ്യൽ റിസ്ക് ടു ഷെയർ ഹോൾഡേഴ്സ്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ അവർക്ക്, അതായത് ഓണർഷിപ്പ് ക്യാപിറ്റൽ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതും, ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ട്, ആ ഇക്വിറ്റി ഫണ്ട് നമുക്ക് വേണ്ട, നമ്മൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരാൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിൽ ഇക്വിറ്റി ഫണ്ട് കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരുടേത് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദാറ്റ് ഈസ് ഹൈ ഫിനാൻഷ്യൽ റിസ്ക് ടു ഷെയർ ഹോൾഡേഴ്സ്. അതും ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്ന സമയത്ത് നമ്മളിതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നുള്ളത് നോക്കാം. ആ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ നോർമലിന് കൂടുതലായിട്ടുണ്ടോ കുറവായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അതുകൂടാതെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് ഇൻക്രീസിങ് ട്രെൻഡാണോ അല്ലെങ്കിൽ ഡിക്രീസിങ് ട്രെൻഡാണോ കാണിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നതെങ്കിൽ, സെയിൽസ് ആർ റൈസിങ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. അതായത് സെയിൽസ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹയർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഏറ്റവും അഭികാമ്യമാണ്. അതേസമയം സെയിൽസ് താഴേക്ക് പോവുകയാണെങ്കിൽ, ഡിമിനിഷിങ് ട്രെൻഡാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് ഹയർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സ്യൂട്ടബിൾ അല്ല. അതായത് ഡെറ്റ് കണ്ടൻറ്റ് അവിടെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ അല്ല. കാരണം എന്താണ്, നമ്മൾ നമുക്കറിയാം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ലോസ് ആണെങ്കിലും ശരി അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കുറവാവുകയാണെന്നുണ്ടെങ്കിൽ അത് സെയിൽസ് കുറയുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു റേഷ്യോ ആണ്. സോ നമ്മളിവിടെ നോക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോയിനേക്കാളും കൂടുതലായിട്ടുണ്ടോ കുറവായിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക നമ്മളുടെ സെയിൽസ് റൈസിങ് ട്രെൻഡാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ് ആണോ എന്നുള്ളത് നോക്കാം. അതേസമയം ലോവർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് റൈസിങ് ആണോ അല്ലെങ്കിൽ ലോവർ ആണോ എന്നുള്ളത് നോക്കാം. സെയിൽസ് ലോവർ ആണെന്നുണ്ടെങ്കിൽ ലോവർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആയാലും കുഴപ്പമില്ല. അതേസമയം സെയിൽസ് റൈസ് ചെയ്യുകയാണ് എന്നാൽ ലോവർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സിറ്റുവേഷൻ അല്ല. സോ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ അത് ഡിസ്കസ് ചെയ്യാം. From the following information, calculate debt equity ratio. 20,000 equity shares of rupees 10 each fully paid, rupees 2 lakhs. 10,000 9% preference shares of rupees 10 each fully paid, rupees 1 lakh. General reserve rupees 90,000. Profit and loss account rupees 60,000. 15% debentures 1,50,000 and preliminary expenses rupees 20,000. സോ നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കാണുക എന്നുള്ളത് നോക്കാം. സോ ഡെറ്റ് ഇക്വിറ്റി, വെറും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കാണേണ്ടത്. അത് അല്ല എസ് എ ക്വസ്റ്റ്യനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും കാണാം. ഓക്കെ, വെറും ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ മാത്രം കണ്ടാൽ മതി. ഇനി മറ്റേത് കണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമുക്കറിയാം എന്താണ് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഇക്വേഷൻ. ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മളതിനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് എന്ന് പറയുന്നു അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നു. സോ നമ്മൾ ലോങ് ടേം ഡെറ്റ് എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കുക. സോ ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, ഇതൊക്കെയാണ് ലോങ് ടേം ഡെറ്റിൽ വരുന്നത്. സോ ഇത്രയും തന്നിട്ടുള്ള ഐറ്റംസിൽ നമുക്ക് ഒരു ഐറ്റം മാത്രമേ ലോങ് ടേം ഡെറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് 15% ഡിബഞ്ചേഴ്സ്, ദാറ്റ് ഈസ് 1,50,000. അതാണ് ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി നോക്കാം.
ഇക്വിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നു, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh വരുന്നു. ഇവിടെ നമ്മളോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, റിഡീമബിൾ ആണെന്നോ ഇറിഡീമബിൾ ആണെന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി കൺസിഡർ ദിസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആസ് ഇക്വിറ്റി. ദെൻ ജനറൽ റിസർവ് വരുന്നു, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നു. സോ ഇത്രയും നമ്മൾ ഇക്വിറ്റിയിൽ വരുന്നതാണ്. ഇതിൽ നിന്നും നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്ന ഈ ഫിക്റ്റീഷ്യസ് അസറ്റ്സിനെ, ഫിക്റ്റീഷ്യസ് കാറ്റഗറിയെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ഇതിൽ നിന്നും നമ്മൾ 2 lakh പ്ലസ് 1 lakh പ്ലസ് 90,000 പ്ലസ് 60,000 ദാറ്റ് ഈസ് 4,20,000 4,20,000 നിന്നും ഓക്കെ 4,20,000 അല്ല 4 lakh ലോങ് ടേം ഡെപ്റ്റ് 1,50,000. ദെൻ ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഇക്വിറ്റിയിൽ 2 lakh പ്ലസ് 1 lakh പ്ലസ് 90,000 പ്ലസ് 60,000 ദാറ്റ് ഈസ് 4,50,000 വരുന്നു. അതിൽ നിന്ന് നമ്മൾ ഈ 20,000 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 4,30,000 ആണ് കിട്ടുന്നത്. സോ ഇത് നമ്മൾ റേഷ്യോ കാണുമ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 4,30,000 നമുക്ക് കിട്ടുന്നത് 0.35:1. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഈ ഒരു ആൻസറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഷനിലെത്തുന്നത്? ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം 1:1 ആണ് സ്റ്റാൻഡേർഡ് റേഷ്യോ. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.35:1 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്നു? ഇവിടെ എഴുതേണ്ടത് നമുക്ക് ഇത് പ്രോഫിറ്റബിൾ സിറ്റുവേഷൻ ആണോ ലോസ് ഉള്ളതാണോ എന്നുള്ളതൊന്നും അറിയില്ല. വെറും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റബിൾ ബാലൻസ് തന്നിരിക്കുന്നു, അതുകൊണ്ട് പ്രോഫിറ്റബിൾ പൊസിഷൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ സ്യൂട്ടബിൾ അല്ല. കാരണം 0.35 എന്ന് പറയുന്നത് 1ന് വളരെ താഴെയാണ്, പകുതിയിലും താഴെയാണ്. സോ ദ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവരി ₹1 ഓഫ് ഇക്വിറ്റി there is a debt worth 35 paise only. That is, the debt equity ratio is far below the standard. Hence, the company is not financially sound. കമ്പനി ഫിനാൻഷ്യലി സൗണ്ട് അല്ല എന്നുള്ള ഒരു അസംഷനിലേക്കാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എഴുതേണ്ടത്. ക്ലിയർ?